സമയം 4:30 ആയിട്ടുണ്ട്. ഞാൻ സെറ്റായി. 4:30ക്കാണ് നമ്മളുടെ ജീപ്പ് പറഞ്ഞേക്കുന്നത്. ഇനി കുളുക്കുമേലയിലേക്ക് പോവാണ്. ഒരുവിധമൊക്കെ ആയിട്ട് സെറ്റായിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ലിപ്സ്റ്റിക്ക് മാത്രം ഇട്ടിട്ടുണ്ട്. ആ സെയിം ലിപ്സ്റ്റിക്ക് തന്നെയാണ് ഇട്ടേക്കുന്നത്. ഇത് ഈ ഡ്രസ്സാണ് ഇട്ടേക്കണം കേട്ടോ. നല്ല തണുപ്പുണ്ട്. അപ്പം എന്തായാലും ഒരു കോട്ടും പിന്നെ ഈ ഒരു ടോപ്പും, ഇത് ഞാൻ മിന്ത്രയിൽ നിന്ന് മേടിച്ച ടോപ്പാണ്. പിന്നെ ഈ ഒരു ജീൻസും ഓൾറെഡി ഇതിൻ്റെ എന്താ പറയുക, ഓൾറെഡി ഇതിൻ്റെ വീഡിയോ സെറ്റായിട്ടുണ്ട്. ഇപ്പോൾ ചിലപ്പോൾ എപ്പോഴും അപ്ലോഡ് ആവാമെന്നറിയില്ല. ചിലപ്പോൾ ഇതാവും ആദ്യം അപ്ലോഡ് ആവുക, ചിലപ്പോൾ അതാവും ആദ്യം അപ്ലോഡ് ആവുക. എന്തായാലും ഇതൊരു കുഞ്ഞ് ഇത്രയും വന്നൊരു ടോപ്പാണ് കേട്ടോ. ഞാനത് ജസ്റ്റ് ഒന്ന് ഇൻസ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. ജസ്റ്റ് ഇത്രയും കയ്യേ ഉള്ളൂ. ഞാൻ ഇതിൻ്റെ മേലെ കൂടെ കൂട്ടിട്ട കാരണം കൊണ്ടാണ്. അല്ലെങ്കിൽ തണുപ്പിടിച്ച് പണ്ടാറടങ്ങി പോവും. അത് കാരണം കൊണ്ടാണ്. വിളിച്ചിട്ടൊന്നുമില്ല, തിരിച്ച് വന്നിട്ട് ഫ്രഷായിട്ട് ഇതാക്കാമെന്ന് വെച്ചിട്ടാണ്. ഓക്കെ. നേരൊന്നും വെളുത്തിട്ടുണ്ടായിരുന്നില്ല. അത്യാവശ്യം നല്ല ഇരുട്ടായിരുന്നു. പിന്നെ കുറേ പേര് ഓൾറെഡി പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇറങ്ങി പിടിച്ചൊക്കെ വന്നപ്പോഴത്തേന് 5:15 5:30 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഒരു ഇതേപോലെ ജീപ്പാണ്, ഒരു 10-90 ജീപ്പൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. ഇതിൻ്റെ ഉള്ളിൽ ആ ചേട്ടൻ ഇതേപോലത്തെ നല്ല മഞ്ഞ ബൾബുകൾ എന്ന് പറഞ്ഞ പോലെ അതൊക്കെ ഇട്ട് തന്നു. ദെൻ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേനും ഞങ്ങളതിനെ ഇറക്കി കേട്ടോ. കാരണം അവിടത്തേക്ക് പാർക്ക് ചെയ്യാൻ സ്ഥലമില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ഇറങ്ങി ഇങ്ങനെ നടന്നു. കുറേ പേരുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ എന്തിനാണ് ഈ കണ്ണട വെച്ചതെന്ന് വെച്ചാൽ എനിക്കറിയില്ല, വെറുതെ വെച്ചതാണ്. നമ്മുടെ കൂടെ ഉണ്ടായിരുന്നൊക്കെ ആയിട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞോട്ടെ. ഇത് ചിന്നക്കനാൽ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലം നമ്മുടെ അരിക്കൊമ്പനും പിന്നെ ആരാ ചക്കക്കൊമ്പനാ ആൾക്കില്ലേ, അവരൊക്കെ ഇറങ്ങിയ സ്ഥലമാണെന്നാണ് എൻ്റെ അടുത്ത് പിന്നീടാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഒന്നും ഇല്ലയെന്നൊക്കെ പറഞ്ഞു. അപ്പം അതിൻ്റെ മേലെ കയറിയപ്പോഴാണ് കുറേ പേര് അവിടെ ഉണ്ടായിരുന്നു. ഒത്തിരി പേര്, എന്താ പറയുക, ഫാമിലി ആയിട്ട്, അതുപോലെ തന്നെ കപ്പിൾസായിട്ട്, പിന്നെ കോളേജിൽ പഠിക്കുന്ന പിള്ളേരുകൾ, പിന്നെ ഈ ഒരു സൺറൈസ് കാണാൻ വേണ്ടിയിട്ട് ക്യാമറ ഓൺ ചെയ്തിട്ട് അങ്ങനെ ഇരിക്കുന്ന വ്ളോഗേഴ്സ് ആണോ എന്ന് എനിക്കറിയില്ല കേട്ടോ, ഫോട്ടോഗ്രാഫേഴ്സ്, അങ്ങനെ ഒരുപാട് പേരുണ്ടായിരുന്നു കേട്ടോ. അപ്പം ശരിക്കും പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും കാലത്തിനിടയ്ക്ക് സൂര്യ ഉദിക്കുന്ന ഒരു ടൈം നോക്കി വെയിറ്റ് ചെയ്തിട്ടിരിക്കുന്നത് ആദ്യമായിട്ടാണ്. ഒരു 6:40 നമുക്ക് സൂര്യൻ ഉദിക്കുന്ന ഒരു സമയം. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 3/4 മണിക്കൂർ മുന്നേ എത്തിയെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ നെല്ലിയാമ്പതി പോയിട്ടുണ്ടായിരുന്നു. ഇതേപോലെ തന്നെ ഇങ്ങനെ കുന്നും മലയും കയറിയിട്ട് ഇതുപോലൊരു സ്ഥലം കാണാൻ വേണ്ടി. പക്ഷെ അത് ഇത്രയും നേരത്തെ പോയിട്ടില്ല. നമ്മൾ സൺറൈസ് എന്നുള്ളൊരു രീതിയിലല്ല, ആ ഒരു നെല്ലിയാമ്പതിയിലത്തെ ആ ഒരു ഇതിൻ്റെ മേലെ കയറിയിട്ടുണ്ടായിരുന്നു. അന്ന് ചെറിയതായിട്ട് ഇങ്ങനെ കോടൊക്കെ കണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇതിപ്പോൾ കാണുന്ന പോലെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ അങ്ങനെയൊന്നും തോന്നൂലായിരിക്കും. ഇങ്ങനെ എല്ലായിടത്തും റീലിലായാലും യൂട്യൂബിലായാലും കുറച്ചും കൂടെ നന്നായിട്ടൊക്കെ കാണുന്നതല്ലേ. അപ്പം നമുക്കിതിങ്ങനെ കാണുമ്പോൾ ഒന്നും തോന്നില്ലായിരിക്കും. പക്ഷെ ഇങ്ങനത്തെ ഉള്ളൊരു എക്സ്പീരിയൻസൊക്കെ ശരിക്കും അവിടെ പോയി നിന്ന് തന്നെ എന്താ പറയുക എക്സ്പീരിയൻസ് ചെയ്യണം. അപ്പോൾ ഓരോ 10 മിനിറ്റ് കഴിയുമ്പോഴത്തേനും എന്താ പറയുക പല രീതിയിലാണ് ആ ഒരു നേച്ചറിൻ്റെ കളറും ആ ഒരു കാറ്റും ആ ഒരു എല്ലാം അങ്ങനെ മാറി എന്താ പറയുക മാറി പോകുന്നത് കാണാൻ നല്ല രസമായിരുന്നു. ഒടുക്കത്തെ തണുപ്പായിരുന്നു കേട്ടോ. എനിക്ക് അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും ഭയങ്കര തണുപ്പ് ഫീൽ ചെയ്തെങ്കിലും ഞാൻ മേലെ എത്തിയപ്പോൾ ഞാൻ എൻ്റെ എന്താ പറയുക ക്യാപ്പൊക്കെ എടുത്ത് മാറ്റി. എനിക്കാണെങ്കിൽ എനിക്ക് മെയിനായിട്ട് പേഴ്സണലി എനിക്ക് ആ ഒരു തണുപ്പ് മഞ്ഞ് എനിക്ക് ഭയങ്കര ഇഷ്ടമായ കാരണം ഞാനത് അങ്ങോട്ട് ആസ്വദിച്ച് നിൽക്കുമായിരുന്നു. അങ്ങനെ ഇച്ചിരേശം ഇങ്ങനെ സൺ ഇങ്ങനെ വന്ന് തുടങ്ങിയപ്പോഴത്തേനും എടുത്ത്, ഇത് നമ്മുടെ സാംസങ് അൾട്രയിലൊക്കെ എടുത്തതാണ് കേട്ടോ. അപ്പം ഞാനല്ല എടുത്തത്, വീഡിയോ എൻ്റെ കൂടെ ഉണ്ടായിരുന്നവരാണ് എടുത്തത്. അപ്പോൾ ആരും പിന്നെ ഫറൂഖൊക്കെയാണ് എടുത്തത്. ഞാൻ ഭയങ്കര ആസ്വാദനത്തിലായിരുന്നു. ഇത് എൻ്റെ ക്യാമറയിൽ ഞാൻ എടുത്തിട്ടേ ഇല്ല. ഇത് ഒന്ന് ഐഫോണിലും പിന്നെ അതുപോലെ തന്നെ മറ്റേ സാംസങ് അൾട്രയിലുമാണ് എടുത്തത്. പക്ഷെ ഇത് കൺവേർട്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ ക്ലാരിറ്റി ഭയങ്കരമായിട്ട് മിസ്സാവും. ഇത് നല്ല രസമായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ആ ഐഫോണിൽ അങ്ങനെ തന്നെ കാണാൻ നല്ല രസമായിരുന്നു കേട്ടോ കാണാനായിട്ട്. അങ്ങനെ സൺറൈസ് ആവുന്ന വേറെ ശരിക്കും അവിടെ ചെന്ന് നിന്നു. ശരിക്കും ആ ഒരു വെയിലേൽക്കുമ്പോൾ നമുക്ക് എന്താ പറയുക, നമുക്ക് ഇവിടെയൊക്കെ വെയിലേൽക്കുമ്പോൾ ഭയങ്കര ചൂടല്ലേ, അവിടുത്തെ വെയിലേൽക്കുമ്പോൾ നല്ല രസമായിരുന്നു കേട്ടോ. അപ്പോൾ
നന്നായിട്ട് സൂര്യൻ ഉദിച്ച് കഴിഞ്ഞപ്പോഴത്തേന് ശരിക്കും ആ പച്ചപ്പും ആ മഞ്ഞൊക്കെ ആയിട്ട് നല്ല രസത്തിലിങ്ങനെ കാണുന്നുണ്ടായിരുന്നു. കുറച്ച് നേരം നിന്നുള്ളൂ. ഒരു സൂര്യൻ ഉദിച്ച് കഴിഞ്ഞൊരു 10-15 മിനിറ്റ് നേരം നിന്നുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മളിങ്ങോട്ട് ഇറങ്ങി പോകുന്നു. കാരണം നമുക്ക് വീട്ടിലെത്തണമല്ലോ വൈകുന്നേരം ആകുമ്പോഴേക്കും. അപ്പോൾ വെറുതെ അല്ലല്ലോ ആൾക്കാർ മറ്റേ ഒറിജിനൽ സംഭവത്തിൽ പോയിട്ട്, അതായത് സൂര്യൻ ഉദിക്കണ സമയത്ത് പോയിട്ട് ഫോട്ടോഷൂട്ട് നടത്തണതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജാതി ഉമ്മ കാണാൻ അല്ലേ. ഇതിപ്പം മനസ്സിലായി എന്താ രസം, നാച്ചുറൽ ലൈറ്റിൻ്റെ ഒരു ഭംഗി അല്ലേ. പിന്നെ എന്തിട്ടാണ് നമ്മൾ എത്ര മണിക്ക് എത്തിയത്? നമ്മൊരു 4 മണിക്കായപ്പോഴത്തേനും നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നു. അല്ല എന്തൊരു തള്ളരാന്നേ. 5 മണിയൊക്കെ ആയപ്പോഴത്തേനും അവിടെ നിന്ന് പുറപ്പെട്ട് പോകുന്നു. 6 മണിക്ക് ഞങ്ങൾ ഇവിടെ എത്തി. ശരിക്കും പറഞ്ഞാൽ 3 മണിക്കൂർ നമ്മൾ അവരെ നോക്കി അന്വേഷിച്ച് ആള് വരുമ്പോൾ നോക്കി നിന്നു അല്ലോ. ഞങ്ങൾ ചേട്ടൻ കുറേ കാര്യങ്ങൾ പറയായിരുന്നു കേട്ടോ. ജീപ്പിൻ്റെ ഓണർ ആൾ എന്താ പറയുക, ഈ ഒരു തമിഴ് പാട്ടൊക്കെ വെച്ച് നല്ല എൻഗേജ്ഡ് ആയിരുന്നു. ഇടയ്ക്ക് വെച്ചിട്ട് നമ്മളൊന്ന് നിർത്തിയായിരുന്നു. അവിടെയുള്ള തേയിലൊക്കെ ഇതാക്കണ ആ ചേച്ചിമാരില്ലേ, ആ ചേച്ചിമാരെ കയറ്റാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മളെടുത്തതാണ് ഈ ഒരു ഇതിങ്ങനെ ചുരം ഇറങ്ങി ഇങ്ങനെ കുറേ ജീപ്പുകളുണ്ട്. അപ്പോൾ ഒരു 90-ൽ മേലെ ജീപ്പുകളുണ്ട്. നമുക്ക് ഒരു ജീപ്പിന് 2 ഓട്ടമാണുള്ളത്. അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. പിന്നെ മേലെ താമസിക്കുന്നവർക്ക് എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചപ്പോഴത്തേനും അങ്ങനെ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ മാസത്തിലൊരിക്കൽ വന്ന സാധനങ്ങളൊക്കെ മേടിക്കും. ഇടയ്ക്ക് ഇങ്ങനെ വാങ്ങാൻ എന്തെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ജീപ്പ് ഡ്രൈവർമാരിൽ കൊടുത്ത് വിടുന്നൊക്കെയാണ് പറഞ്ഞത്. പിന്നെ പിള്ളേരൊക്കെ ഹോസ്റ്റലിൽ നിർത്തിയിട്ടൊക്കെയാണ് പഠിപ്പിക്കണേ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചൊരു ദുരിതം പിടിച്ചൊരു ജീവിതമാണ്. പക്ഷേ നല്ല ക്ലൈമറ്റ്, നല്ല കാര്യങ്ങളൊക്കെയാണ്. അവരുടെ ലൈഫായിട്ട് സെറ്റായി. നമുക്ക് പുറത്തുനിന്ന് നോക്കുന്നവർക്ക് അങ്ങനെ കാണുമ്പോഴത്തേനും ഭയങ്കര ദുരിതം പിടിച്ച പോലെ തോന്നും എന്ന് മാത്രമല്ലേ. ഓക്കെ, അപ്പോൾ ഒരു 10-20 മിനിറ്റിനുള്ളിൽ തന്നെ ഞങ്ങൾ തിരിച്ചെത്തി. എന്നിട്ടെങ്കിൽ നന്നായി വിശക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു ഉഴുന്നുവട കഴിച്ചു. ഉള്ളിവട ഒരു രക്ഷയില്ല, അടിപൊളി സാധനം. ഉള്ളിവടയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരുന്നു കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. ഞാൻ നാട്ടിലത്തെ കുറേ ഉള്ളിവടകൾ കഴിച്ചിട്ടുള്ളതിൽ വെച്ചിട്ട് എനിക്ക് നല്ല ഇഷ്ടമായി. അതേപോലെ തന്നെ പാര് പറയണത് ഇവിടെ തമിഴന്മാരുടെ പൊടിദോശ നല്ല അടിപൊളിയാണ്. ദോശ ചട്നി വരെ സൂപ്പറാണെന്നാണ് പറയണത്. എനിക്കറിയില്ല, ഞാൻ ആദ്യമായിട്ടാണ്. അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഏറിയ ഹോട്ടലിൽ ലഡു ഇരിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് ലഡു പൊതുവെ എനിക്കിഷ്ടമല്ലായിരുന്നു. പക്ഷേ ഈ ഒരു ലഡു കഴിച്ചപ്പോണ്ടല്ലോ, വായിൽ വെച്ചപ്പോഴത്തേനും വലിഞ്ഞു പോയി. 2 കൂടെ വാങ്ങാമെന്നൊന്നും പറഞ്ഞതിനുള്ള തെറിയാണ് കേട്ടത്. നേരെ ഒരു 11 മണി 11:30 ആയപ്പോൾ റൂം വെക്കേറ്റ് ചെയ്തു കേട്ടോ. ഇനി ബാക്കി പരിപാടികളൊന്നുമില്ല, സ്ട്രൈറ്റ് ഹോമാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി ഇവിടുന്ന് ഇറങ്ങായി. അപ്പോൾ വ്ളോഗിൽ വല്ല കുറ്റം കുറവൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ അടുത്തൊരു വ്ളോഗുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.